നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വിനി ജൂനിയർ എന്ത് കളിയാണ് അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിന്നും ഫോമിലാണ്, ലോകോത്തര പ്രകടനമാണ്. പക്ഷേ ബ്രസീൽ ടീമിൻ്റെ ജേഴ്സി അണിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആഞ്ചലോട്ടി വിനിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അതിനുള്ളൊരു മികവ് അദ്ദേഹം കളിക്കളത്തിൽ കാണിച്ചോ എന്നതാണ് സംശയം. ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ, ഇന്നലെ എന്ന് പറയുന്നത് പുലർച്ചെ നടന്ന കളി നോക്കുകയാണെങ്കിൽ ആബ്സല്യൂട്ട്ലി പാത്തറ്റിക്. അതാണ് പെർഫോമൻസിനെ കുറിച്ച് പറയാനുണ്ടാവുക. കാരണം റയലിൽ 2 ദിവസം മുമ്പ് പൊരിഞ്ഞ കളി കളിച്ച ആളാണ് ഇവിടെ ഈ കളി കളിക്കുന്നത്. കൃത്യമായ കണക്ക് നോക്കിയാൽ ആകെ 2 ഷോട്ടുകളാണ് അദ്ദേഹം ഉതിർത്തത്, 3 കീ പാസുകൾ, 6 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളിൽ 2 എണ്ണം മാത്രം സക്സസ്ഫുൾ, 12 ഡ്യുവൽസിൽ 6 എണ്ണം മാത്രം വിൻ ചെയ്തു, 1 ടാക്കിൾ. ഇനി കൃത്യമായ ചില കണക്കുകൾ കൂടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. കളിയിൽ ഇങ്ങനെ പുവർ പെർഫോമൻസ് നടത്തിയതിൻ്റെ പിന്നാലെ എന്താണ് ചെയ്തത്? ഫ്രാൻസിൻ്റെ താരങ്ങൾക്കൊക്കെ പോയി തമാശ പറയുന്നു, ചിരിച്ചു മറിയുന്നു, ആഘോഷിക്കുന്നു. സുഹൃത്തുക്കളാണ്, എംബാപ്പയും മറ്റുമൊക്കെയാണ്. പക്ഷേ തോറ്റതിന് ശേഷം ഈ പണി ചെയ്തത് ബ്രസീലിയൻ മീഡിയക്ക് പറ്റിയിട്ടില്ല. തോറ്റ് മോശം പ്രകടനം നടത്തിയിട്ട് അപ്പുറത്ത് പോയി അത് ആഘോഷിക്കുന്ന തരത്തിലായിപ്പോയി ഇനി ചെയ്തത് എന്നതാണ് ഇപ്പോൾ ബ്രസീലിയൻ മീഡിയയുടെ criticism. Vinicius Junior is facing criticism in Brazilian media because he was laughing and joking with Mbappe and French players after such a poor individual performance എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി കൃത്യമായ ചില കണക്കുകൾ കൂടി പറയട്ടെ. ഈ മത്സരത്തിൽ വിനി ജൂനിയർ ഷോട്ടുകൾ തീർത്തു എന്ന് പറഞ്ഞാൽ ഒരു 2 ഷോട്ട് 3 ഷോട്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എണ്ണം പറയാൻ പലതും ഉണ്ടാവും. 2 ഷോട്ടുകൾ. പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോട്ടാണ് കാര്യമായിട്ട് എടുത്ത് എന്ന് പറയാനുള്ളൂ. അത് മാത്രമല്ല, ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളോ 6 എണ്ണം നടത്തിയതിൽ 2 എണ്ണം മാത്രമാണ് സക്സസ്ഫുൾ ആയത്. ഇനി ബോൾ നഷ്ടപ്പെടുത്തിയത് അറിയണോ? 18 തവണയാണ്. 18 തവണ പൊസഷൻ നഷ്ടപ്പെടുത്തി വിനി ജൂനിയർ എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ ഏറ്റവും അധികം പൊസഷൻ നഷ്ടപ്പെടുത്തിയ കളിക്കാരൻ വിനി ജൂനിയറാണ്. അവിടെയാണ് പ്രശ്നം. സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഉയരും. ഇതേ കളിക്കാരൻ തന്നെയല്ലേ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നത്? ഇതുവരെ വിനി ബ്രസീലിന് വേണ്ടി മോശം പ്രകടനം നടത്തുമ്പോൾ എല്ലാവരും കോച്ചുമാരെ പറയും, കോച്ചിനറിയില്ല വിനിയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന്. കണ്ടില്ലേ റയലിലൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത്, അവിടുത്തെ കോച്ചിനെ കണ്ടില്ലേ എന്നാണ്. ഇപ്പോഴോ ഇപ്പോൾ ആഞ്ചലോട്ടിയാണ് കോച്ച്. ആഞ്ചലോട്ടി വന്നാൽ അതെല്ലാം ശരിയാവുമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും ശരിയാവില്ല എന്ന് നമ്മൾ പറയുന്നില്ല. നിലവിലെ പെർഫോമൻസ് വെച്ച് ഹോപ്പ്ഫുൾ അല്ല. ചില താരങ്ങൾക്ക് അങ്ങനെയാണ്. ക്ലബ്ബിൽ വലിയ കളിയായിരിക്കും. മുമ്പ് പലരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മാറി. കുറേ പ്രായമൊക്കെ അങ്ങ് വർദ്ധിക്കുമ്പോൾ മാറി അത്തരത്തിലുള്ള കളിക്കാരൊക്കെ ഉണ്ട്. ഒരു പക്ഷേ വിനിയും ഭാവിയിൽ അങ്ങനെ മാറിയേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ക്ലബിൻ്റെ ജേഴ്സിയിൽ അണിയുമ്പോഴുള്ള പ്രകടനം ബ്രസീലിൻ്റെ ജേഴ്സി അണിയുമ്പോൾ കാണുന്നില്ല. ഈ ജേഴ്സി, ബ്രസീലിയൻ ടീമിൻ്റെ ജേഴ്സി അദ്ദേഹത്തിന് ടു ഹെവിയാണ് എന്നൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.